എല്ലാവർക്കും നമസ്കാരം. ആന്ധ്ര മിഷൻ ടി വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഇൻഫർമേഷൻ മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആംബുലൻസ് സർവീസാണ് 108 ആംബുലൻസ് എന്ന് പറയുന്നത്. 108 ആംബുലൻസ് സർവീസ്. ഈ ആംബുലൻസ് സർവീസ് എങ്ങനെ ഉണ്ടായി, എവിടെ ഉണ്ടായി, 108 എന്ന് പേര് വരാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 108 ആംബുലൻസ് സർവീസ് ആദ്യമായിട്ട് ഉണ്ടായത് ആന്ധ്രാപ്രദേശിലാണ്. ഈ 108 ആംബുലൻസ് സർവീസ് ആവിഷ്കരിച്ചത് ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ 14ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി. ഏതാണ്ട് 2004 മുതൽ 2009 വരെ അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒറ്റ സംസ്ഥാനമായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ 14ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി. രാജശേഖർ റെഡ്ഡിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല കഴിവുറ്റ ഒരു മുഖ്യമന്ത്രിയായിരുന്നു രാജശേഖർ റെഡ്ഡി. പാവപ്പെട്ടവർക്ക്, അതുപോലെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി വളരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി. ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം മെഡിക്കൽ ഡോക്ടറായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസി കൂടിയായിരുന്നു. അതായത് യോർദാൻ നദിയിൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ട അതേ സ്ഥലത്ത് പോയി സ്നാനം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ YS രാജശേഖർ റെഡ്ഡി. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പല പ്രോഗ്രാമുകളും അദ്ദേഹം ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സൗജന്യ റേഷൻ, അതുപോലെ തന്നെ ഫീസ് റീഎംബേഴ്സ്മെൻറ്റ്. അതായത് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തതിന് ശേഷമായി സർക്കാർ ആ ഫീസ് അടയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന് ഫീസ് റീഎംബേഴ്സ്മെൻറ്റ്. ഈ പ്രോഗ്രാമൊക്കെ ആവിഷ്കരിച്ചത്, ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചത് ഡോക്ടർ YS രാജശേഖർ റെഡ്ഡിയാണ്. എന്നാൽ ഈ 108 ആംബുലൻസിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ 108 എന്ന് പറയുന്നൊരു ആംബുലൻസിന് പേര് കൊടുക്കുന്നതിന് മുമ്പ്, ഇങ്ങനെ പ്രോഗ്രാം ആവിഷ്കരിച്ചതിന് ശേഷം എങ്ങനെയാണ് എന്താണ് ഇതിനൊരു പേര് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി കൂടി ആയിരുന്നതുകൊണ്ട് ഈ 108 എന്ന് പറയുന്ന പേര് കൊടുക്കാനുള്ള കാരണം പ്രധാനമായിട്ടും മത്തായിയുടെ സുവിശേഷം, ബൈബിളിലെ സുവിശേഷങ്ങളുടെ ആദ്യ സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 10ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. അതിനുശേഷമുള്ള അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്: സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. അപ്പോൾ ഈ 108 എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ് തികച്ചും സൗജന്യമായിട്ടുള്ളൊരു ആംബുലൻസ് സർവീസായിരുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പിന്നീടാണ് ആവിഷ്കരിക്കപ്പെട്ടത്. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൻ്റെ ഏതൊരു ഭാഗത്ത് ഏതൊരെങ്കിലും ഒരാൾ അപകടത്തിൽപ്പെടുകയോ രോഗിയായിട്ട് ബുദ്ധിമുട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ 108 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ സർവീസ് അവിടെ എത്തും. ആ സർവീസ് അങ്ങനെ ആയിരക്കണക്കിന് ആംബുലൻസുകൾ ഫ്രീ ആയിട്ട് ഈ ആന്ധ്രാപ്രദേശിൻ്റെ തെരുവുകളിലും അതുപോലെ ഗ്രാമങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ ഒരു സർവീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പാവപ്പെട്ടവരെ, അതായത് അപകടത്തിൽപ്പെടുന്നവരെയും മറ്റു വാഹനങ്ങളിൽ രോഗികളെ എത്തിക്കുവാൻ കഴിവില്ലാത്തവർക്കും അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് ആലോചിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് മത്തായിയുടെ സുവിശേഷം 10ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യമാണ്. അപ്പോൾ ആ മത്തായിയുടെ സുവിശേഷം 10:8 എന്നുള്ള ആ ഒരു 10:8 എന്നുള്ള ആ 3 സംഖ്യകൾ യോജിപ്പിച്ചാണ് 108 എന്ന് പറയുന്ന ആ ഒരു പേര് ഈ ആംബുലൻസ് സർവീസിന് കൊടുത്തത്. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയും ബൈബിളിനെ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളും ആയിരുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സത്യമാണ്. പക്ഷേ ഇതിലേറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം, 2009 സെപ്റ്റംബർ 2-ാം തീയതി, അതായത് നമ്മുടെ കേരളത്തിലെ അന്നത്തെ ഒരു ഓണത്തിന് തൊട്ട് മുമ്പായിട്ട്, ഓണത്തിൻ്റെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഹൈദരാബാദിലെ ബീഗംപെട്ട് എയർപോർട്ടിൽ നിന്നും അത് സാധാരണ സഞ്ചരിക്കാറുള്ള ബെൽ 30 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഒരു പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടി യാത്ര തിരിച്ചപ്പോൾ അന്ന് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ഏതാണ്ട് 1-2 പ്രാവശ്യം പൈലറ്റിനും അതുപോലെ തന്നെ ഈ വിമാനത്താവളത്തിൽ നിന്നുമൊക്കെ അറിയിപ്പ് കിട്ടി, കാലാവസ്ഥ വളരെ മോശമാണ്, നിങ്ങൾ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അന്നൊരു പൊതുജന സമ്പർക്ക പരിപാടിയായിരുന്നു ഒരു ഗ്രാമത്തിൽ, അതായത് മുൻപേ അറിയിക്കാതെ
അവിടുത്തെ പ്രോഗ്രാം മുൻപേ ഷെഡ്യൂൾ ചെയ്യാതെ പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം തന്നെ മാത്രം അവിടുത്തെ അധികാരികളെ അറിയിച്ചിട്ട് അവിടെ പോയി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവേദിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിന് അദ്ദേഹം വളരെ തിടുക്കത്തോടുകൂടി അന്ന് ആദ്യമായിട്ട് തുടങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പോകാൻ വേണ്ടി അദ്ദേഹം അന്ന് 1-2 പ്രാവശ്യം തടസ്സപ്പെട്ടു. അന്ന് മഴയും അതുപോലുള്ള മേഘങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ അറിയിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തോടുകൂടി ആ ബെൽ 30 ഹെലികോപ്റ്റർ അദ്ദേഹം യാത്ര തിരിക്കുകയും ഏതാനും ചില മിനിറ്റുകൾക്ക് ശേഷം ആന്ധ്രാപ്രദേശിലെ നല്ലമല എന്ന് പറയുന്ന ആ വനത്തിൻ്റെ മുകളിൽ വെച്ച് ആ ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ എയർപോർട്ടുകളുമായിട്ട് അവർ കോൺടാക്ട് ചെയ്തെങ്കിലും അവർക്ക് യാതൊരു സിഗ്നലും കിട്ടാതെ ആ ഹെലികോപ്റ്റർ നല്ലമല വനത്തിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത്. അന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് ഒരു സംഭവങ്ങളൊന്നും പുറംലോകം അറിഞ്ഞില്ല. ഏതാണ്ട് പിറ്റേ ദിവസമായപ്പോൾ തന്നെയാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളത് അറിയുവാൻ കഴിഞ്ഞത്. അത് ആന്ധ്രാപ്രദേശിനെയും അതുപോലെ ഇന്ത്യയെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കണ്ടുകിട്ടിയതിന് ശേഷമായിട്ട് ഈ ഡെഡ് ബോഡി നല്ലമല വനത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ എടുത്തതിന് ശേഷമായി അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക്, കർണൂൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഇതേ 108 ആംബുലൻസിലാണ്. അദ്ദേഹം തന്നെ ആവിഷ്കരിച്ച ഒരു പ്രോഗ്രാം, അദ്ദേഹം തന്നെ പാവങ്ങൾക്ക് വേണ്ടിയും ലക്ഷക്കണക്കിന് ഏതാണ്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ 8 ലക്ഷം 9 ലക്ഷം പേരെയൊക്കെയാണ് ഈ 108 ആംബുലൻസിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ആയിരങ്ങളുടെ ജീവൻ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് തിരിച്ചു കിട്ടിയത് ഈ ഒറ്റ ആംബുലൻസ് സർവീസ് കൊണ്ടാണ്. പക്ഷേ അവസാനം അദ്ദേഹം തന്നെ ആവിഷ്കരിച്ച അതേ ആംബുലൻസ് സർവീസിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കർണൂൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ഒരു ചരിത്രം കാണുവാൻ കഴിയുന്നു. ഇതാണ് 108 ആംബുലൻസിനെ കുറിച്ചുള്ള അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ പേരിനെക്കുറിച്ചുമുള്ള ഒരു ഇൻഫർമേഷൻ. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടും അല്ലെങ്കിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ചെറിയ ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.